നിന്റെ ഭാര്യ കഴുകി വെച്ച പാത്രമാണിത്. എപ്പോഴും അവൾ ഇങ്ങനെയാണ് ചെയ്യണത്. കുറച്ച് എണ്ണല്ലേ അതിനെന്താണ്? രാത്രി പാറ്റ ഈ എണ്ണ കുടിക്കും, രാവിലെ നേരത്തെ ഞാൻ കഞ്ഞി കുടിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അമ്മയും പാറ്റ ഒരു പാത്രത്തിലുണ്ട്, ഒരു ബായി കിടന്നുറങ്ങി പ്രശ്നം തീർന്നില്ലേ? ഒറ്റയടി അടിച്ചാലുണ്ടല്ല. അപ്പൊ ഞാൻ രോഗം വന്ന് കിടക്കട്ടെ എന്നാ? പാത്രം കഴുകുമ്പോ അവളോട് മര്യാദ കഴുകാൻ പറയണം. ഈ പാത്രം കഴിയുമ്പോ ഒന്ന് മര്യാദ കഴുകണ്ട. ആ സൈഡിലിരിക്കുന്ന എണ്ണയൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. എന്താണ് ഇന്ന് പതിവില്ലാണ്ട് ഒരു ക്ലാസ് എടുക്കല്? നിങ്ങളുടെ അമ്മ വല്ല ഇളക്കി തന്ന? അയ്യോ, അമ്മ രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലായി. എന്നാ നിങ്ങൾ ആ തള്ളനോട് ഒന്ന് കഴുകാൻ പറ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കഴുകിയോ. എനിക്ക് സൗകര്യമില്ല. കല്യാണം കഴിക്കണേക്കും കുറച്ച് ആളുകൾമാരെ വീട്ടിലിരുത്താൻ കിട്ടിയിരുന്നെങ്കിൽ ആ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുമായിരുന്നു. എന്നിട്ട് കെട്ടിയാ മതിയായിരുന്നു. അമ്മേ, ഇതേ പാത്രം ഞാൻ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. ഇനി എന്നെ ഒന്നും ഉണ്ടാവൂല. ഇവിടെ നിന്ന് ഒരച്ചോട്ടാ പോവല്ലേ, അമ്മ ഇപ്പൊ വരാം. ശരി ശരി. ഇത് നിന്റെ ഭാര്യയുടെ അടിപ്പാവാടയാണ്. ഇതും കൂടി അങ്ങോട്ട് കഴുകിട്ടോട്ടാ. ഞാൻ പാത്രം കേട്ട് കഴുകിക്കോളാം. കളിയാക്കിയാലും മനസ്സിലാവൂല കിഴങ്ങൻ. ഇനിയിപ്പോ പാവാട കഴുകും.